ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് ഈ ഒരു മാസ്ക് വെച്ചിട്ട് എന്നും ഓരോന്ന് ഏറ്റ് വരുമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അതെ, ഇന്ന് നമ്മൾ മാസ്കാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലുണ്ടാവില്ലേ ഇതുപോലെ അതിൻ്റെ എലാസ്റ്റിക് പൊട്ടിപ്പോയിട്ടുള്ള മാസ്കുകൾ, നമ്മൾ യൂസ് ആക്കാതെ എലാസ്റ്റിക് പൊട്ടിപ്പോണ മാസ്കുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലോട്ട് വന്നത് കേട്ടോ. വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അതിൻ്റെ 4 വശങ്ങളും നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നതിന് ശേഷം നമുക്ക് ആ ഒരു മെറ്റീരിയൽസ് ഈ ഒരു രീതിയിൽ കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ കട്ടാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു അളവിൽ കട്ടാക്കി എടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, അത് സ്റ്റെപ്പായിട്ട് നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ചെറിയ ചെറിയ പീസുകളാണല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു മാസ്ക് നമുക്ക് ഈ ഒരു അളവിൽ കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ 5 പീസ് നമുക്ക് ടോട്ടലി കിട്ടും. പക്ഷേ നമുക്ക് 5 പീസിൻ്റെ ആവശ്യമില്ല, നമുക്ക് 3.5 പീസേ ആവശ്യം വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒത്തിരി വലിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പീസൊക്കെ യൂസ് ആക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ. ഈ ഒരു മാസ്ക് എലാസ്റ്റിക് പൊട്ടിയ മാസ്ക് വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണല്ലേ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട്. കാരണം നമ്മൾ ക്യാഷ് കൊടുത്ത മുതൽ നമുക്കത് ഉപയോഗിക്കാതെ നമുക്കത് ഒഴിവാക്കാൻ തോന്നില്ല. എൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അത് ഇനി ഒരു ചെറിയ ഭാഗം പൊട്ടിയതായാലും എനിക്കത് എന്താ പറയുക, ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. എന്താ പറയുക, നമ്മൾ യൂസാക്കിയതിന് ശേഷം അത് ഒഴിവാക്കുക. ഒരു തവണയെങ്കിലും യൂസാക്കിയതാണെന്നുണ്ടെങ്കിൽ അത് എന്ത് സാധനമായാലും ഒരു തവണ യൂസാക്കിയതെന്നുണ്ടെങ്കിൽ പോട്ടെ വിചാരിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാത്തൊരു സാധനം, നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയൊരു സാധനം എന്തെങ്കിലും കാരണവശാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് ആ ഒരു ഭാഗത്ത് അങ്ങനെ വെക്കും കേട്ടോ. എൻ്റെ ഒരു സ്വഭാവമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, എനിക്കത് കളയാൻ തോന്നൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെച്ച് എന്ത് ചെയ്യാൻ ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം ഇത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളാണ് ഇത് പറയേണ്ടത് കേട്ടോ. കാഴ്ചക്കാരായിട്ടുള്ള നിങ്ങളാണ് ഈ ഒരു കാര്യം എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളുടെ ഗിവ് അവേയുടെ 4ാമത്തെ ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഒരാഴ്ചയിൽ 7 ഡേയ്സാണ്. ആ 7 ഡേയ്സിൽ നിന്ന് 4 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓരോരുത്തരായിട്ട് അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ചത്തോടെ ഇത് അവസാനിക്കണില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഗിവ് അവേയുടെ പെരുമഴക്കാലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു തവണ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ ആവണ്ട. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വീഡിയോസിൽ എന്താ ചെയ്തിട്ട്, നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ ഒരു കളറ് ഉള്ളിലോട്ടൊരു വൈറ്റും പുറത്തോട്ടൊരു സ്കൈ ബ്ലൂ ആണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്കൈ ബ്ലൂ ഉള്ളിലോട്ടാക്കിയിട്ട് ആ ഒരു വൈറ്റ് പിറകിലോട്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങൾ സ്റ്റെപ്പായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എത്രത്തോളം കറക്റ്റായിട്ടാണ് വീഡിയോസിൽ പറയുന്നത് എന്നുള്ളത്. കാരണം കുഞ്ഞു മക്കൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത്. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അവരോടൊക്കെ. കാരണം ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടാലും അവർക്കത് മനസ്സിലാവുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ എന്താ പറയുക, ഒരു ഭാഗത്ത് മൂലയിലായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത്രയും ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും കേട്ടോ. കാരണം ഈ ഒരു വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാടായി എന്താ പറയുക കാത്തിരിക്കണം. അതിൻ്റെ ഇടയിൽ ഓരോ വർക്കുകൾ വരുമ്പോൾ പിന്നീട് ഇതത് അവിടെ സ്റ്റെക്കാക്കി വെക്കും കസ്റ്റമർ ചോദിക്കുമ്പോഴും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോസ് നമുക്ക് അർജൻറ്റായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു നമ്മളിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് ഇതിനൊരവസരം വന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ചുറ്റിയെടുക്കട്ടെ. ഇത് നമ്മളൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്, ഒരു റോസ് ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ റോസിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പെറ്റൽസിൻ്റെ രീതിയിലോട്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി അത് ഷേപ്പാക്കി എടുക്കണം. എന്നതിന് ശേഷം നമ്മൾ ഒരു 3-4 തവണ ചുറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ ത്രെഡ് പൊട്ടിച്ച് കളയൊന്നും ചെയ്യേണ്ട, അത് അവിടെ ഇട്ടാൽ മതി. നമ്മളെ പണികൾ തുടർന്നുകൊണ്ടേയിരിക്കുക. എന്നതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അതേ ഒരു രീതിയിൽ വേണം കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾ
മടക്കിയെടുക്കാൻ. കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു റോസിൻ്റെ ഷേപ്പിലോട്ട് അത് കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് എത്രത്തോളം ആവണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ നല്ലോണം അതിൽ എഫേർട്ട് എടുക്കണം. അത് ഏതൊരു വർക്കാണെന്നുള്ളത് നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടത് അത്രത്തോളം റിസൾട്ട് നമുക്കുണ്ടായിരിക്കും കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇത്തിരി അതൊരു എന്താണെന്ന് ഒരു ബ്ലറായിട്ടാണ് അല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു വൈറ്റാണ്, നമ്മളുടെ ഫ്ലാഷ് അതിലോട്ട് തന്നെ അറ്റാച്ച് ആയതുകൊണ്ടാണ് നിങ്ങൾക്കതൊരു ബ്ലറായിട്ട് തോന്നുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് നമ്മൾ ഓരോ തവണ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിന് ഇത്തിരി കനം കൂടി വരികയാണ് ചെയ്യുന്നത്. കനം കുറയല്ല, നമ്മൾ അതിലോട്ട് വീണ്ടും വീണ്ടും മെറ്റീരിയൽസ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ചില ടൈമുകളിൽ അത് സൂചി നേരിൽ ഓടിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് സൂചി അതിലോട്ട് ഏത് ഭാഗത്താണോ അത് കുത്തേണ്ടത് ആ ഭാഗത്ത് കുത്തിയതിന് ശേഷം താഴെ വെച്ചിട്ടാണ് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സൂചിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ എന്താ പറയുക, ഇത്തിരി സമയമെടുത്ത് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, നമ്മളുടെ കൈ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ സൂചി വെച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിലത് ഓടാതെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തിരി ഞാൻ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കനം കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സൂചി പെട്ടെന്ന് കയറിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളത് കയ്യിൽ വെച്ചിട്ട് തന്നെ നമ്മൾ അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ തറച്ച് കയറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ അതിലോട്ട് സൂചി ഓട്ടിയതിന് ശേഷം നമ്മളത് താഴെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക നമ്മളെ കൈ തട്ടാതെ നോക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പിറകിലായിട്ട് ഇതിൻ്റെ ബാക്കി വർക്കുകളും കൂടി നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് സ്പീഡാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഈ ഒരു പെറ്റൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് ബാക്കി ഭാഗങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമ്മൾ ആ ഒരു സെൻറ്റർ ഭാഗത്തു കൂടെ ആയിട്ടൊക്കെ ഇങ്ങനെ ഒട്ടി കൊടുത്തിട്ടുണ്ട് സൂചി. എന്നതിന് ശേഷം നമ്മൾ ആ ഒരു സൂചി താഴെ നിന്ന് മുകളിലോട്ട് എടുക്കുക. അതിലോട്ട് ബീഡ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വൈറ്റ് ബീഡും ഗോൾഡ് ബീഡുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആ ഒരു ബീഡ്സ് അതിലോട്ട് നല്ലോണം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ കാര്യങ്ങളും കൂടി ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ചായയിൽ വെള്ളം മാത്രം വെച്ചുകൊണ്ട് ചായ ആവില്ലല്ലോ. അപ്പോൾ അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ. അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മൾ ഈ ഒരു ഫ്ലേവർ മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമായില്ല, അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പി പിടിച്ച് ഗിയർ വയറിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗിയർ വയർ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഒന്നാമത് നമ്മൾ ഈ ഒരു വീഡിയോ ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ തപ്പി പിടിച്ചപ്പോൾ ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ കനുള്ളത് വെച്ചിട്ട് ചെയ്യേണ്ട വെച്ചിട്ടാണ് കേട്ടോ. കാരണം അത് നല്ലോണം നമുക്ക് കയ്യിൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഓരോ ബീഡ്സുകളും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒന്ന് നമ്മൾ തന്നെ നമ്മളെ മൈൻഡിലൊന്ന് റൂട്ട് ചെയ്തെടുക്കുക. എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരു വൈറ്റും ഒരു ഗോൾഡ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ വൈറ്റും ഗോൾഡും കൂടി ആയിട്ട് ഒരു 7 ബീഡ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നതിന് ശേഷം അത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഒരു പെറ്റൽസ് അവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിലത് കറക്റ്റായി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയി നോക്കുക കേട്ടോ. കാരണം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വർക്കുകളിലുള്ള ചില ഭാഗങ്ങളിൽ ചില വീഡിയോസിൽ വീണ്ടും റിപ്പീറ്റായി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ വേറെ ആയിരിക്കും, എങ്കിലും ചില ഭാഗം ആദ്യത്തേത് റിപ്പീറ്റ് ആവാറുണ്ട്. അത് അതിൻ്റേതായിട്ടുള്ള ഓരോ ഡിസൈനിനും അതിൻ്റേതായിട്ടുള്ള വർക്കുകളുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോസിലും നിങ്ങൾക്കത് കറക്റ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ഏകദേശമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്തു അതേ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ അടുത്ത രീതിയും ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഇടായിട്ടുണ്ട്, നമ്മൾ മിനിയാന്നങ്ങാണ്ടാന്ന് തോന്നുന്നു ഇതുപോലത്തെ ഒരു വർക്കിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു വയർ വെച്ചിട്ട് അത് എന്താണ് ഹെയർ ബോയ് ആയിരുന്നു തോന്നുന്നു. ഹെയർ ബോയിൻ്റെ തന്നെയാണ്.
ഒരു പർപ്പിൾ ഡേൻ്റെ ആയിട്ടുള്ള ഒരു ഹെയർ ബോൻ്റെ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ കറക്റ്റായിട്ട് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് കനം കുറഞ്ഞ കമ്പി ആയതുകൊണ്ട് തന്നെ നമ്മൾ പിടിച്ച ഏത് ഭാഗത്തേക്കും അത് വന്നോളൂ കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനെന്ന് മാത്രം. ഓക്കെ, ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫെൽറ്റ് ഷീറ്റിന് പകരം നമ്മൾ എടുത്തിട്ടുള്ളത് അതേ സെയിം മാസ്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വൈറ്റ് താഴോട്ടാക്കി സ്കൈ ബ്ലൂ മുകളിലോട്ടാക്കിയിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണാൻ പോകണം അല്ലേ. അപ്പോൾ ഇത് പുറത്തേക്ക് സെയിലാക്കണമെന്ന് ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയുന്നില്ല കേട്ടോ. കാരണം നമ്മളെ മക്കൾക്കെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ യൂസാക്കി നോക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു ദിവസമെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. കാരണം അത് വെറുതെ മുക്കിലിരുന്ന് ആ ഒരു 5 രൂപ വേസ്റ്റ് ആക്കാതെ നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ മനസ്സിന് നല്ല സന്തോഷം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.